പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് പ്രകാരമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാനെതിരായി വെടിനിർത്തൽ കാലാവധി നീട്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ എത്ര കാലത്തേക്കാണ് വെടിനിർത്തൽ നീട്ടിയതെന്ന് ട്രംപ് പറഞ്ഞില്ല. ഇറാന് ചർച്ചയ്ക്ക് സജ്ജമാകാനും ഉചിതമായ ഡീൽ തയ്യാറാകാനും സമയം ആവശ്യമുണ്ടെന്നും അതുവരേക്കും വെടിനിർത്തൽ നീട്ടുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ സംയുക്ത സേനാ മേധാവി അസിം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരാണ് വെടിനിർത്തൽ നീട്ടണമെന്ന് അഭ്യർത്ഥിച്ചതെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമൂസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളെ തടയുന്ന സമുദ്ര ഉപരോധം US സൈന്യം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വെടിനിർത്തൽ നീട്ടിയെന്ന ട്രംപിന്റെ വാദം തട്ടിപ്പാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഹിന്റെ സീനിയർ ഉപദേഷ്ടാവ് മഹ്ദി മൊഹമ്മദി പറഞ്ഞു. ട്രംപിന്റെ വെടിനിർത്തൽ നീട്ടൽ പൊള്ളയാണ്. കടൽ ഉപരോധവും യുദ്ധവും തമ്മിൽ വ്യത്യാസമില്ല. സൈനികമായി ചുട്ട മറുപടി ഇറാൻ നൽകും, മുഹമ്മദി പറഞ്ഞു. വെടിനിർത്തൽ എന്ന പേരിൽ ഇറാനുമേൽ സർപ്രൈസ് ആക്രമണത്തിനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറാണെന്നും മുഹമ്മദി വ്യക്തമാക്കി. വെടിനിർത്തൽ കാലാവധി തീരാനിരിക്കെ പാകിസ്ഥാനിൽ നടക്കേണ്ട രണ്ടാം ഘട്ട ഇറാൻ US സമാധാന ചർച്ച പൊളിഞ്ഞിരുന്നു. ചർച്ചയിൽ ഡീലായില്ലെങ്കിൽ വെടിനിർത്തൽ കാലാവധി നീട്ടില്ലെന്നും ഇറാനെ ബോംബ് മഴ പെയ്ച്ച് തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. വെടിനിർത്തൽ നീട്ടില്ലെന്നും ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള ട്രംപിന്റെ നിലപാടും തുടർന്നുള്ള ചർച്ചാ നീക്കങ്ങളും പാളിയതോടെ US ഓഹരി വിപണി നഷ്ടത്തിലേക്ക് വീണിരുന്നു. തുടർന്ന് ക്രൂഡ് ഓയിൽ വില ബാരലിന് 5% മുന്നേറി വീണ്ടും $100 കടന്നു. എണ്ണവില വീണ്ടും $100 ഭേദിച്ചതിന് പിന്നാലെ രാജ്യാന്തര സ്വർണ്ണവിലയും കുത്തനെ ഇടിഞ്ഞിരുന്നു. എന്നാൽ വെടിനിർത്തൽ നീട്ടിയതിന് പിന്നാലെ വിപണി നേട്ടത്തിലായി. ക്രൂഡ് ഓയിൽ വില $90 താഴ്ന്നു. വെടിനിർത്തൽ കാലാവധി നീട്ടുകയും എണ്ണവിലയുടെ കുതിപ്പിന്റെ ആക്കം കുറയുകയും ചെയ്തതോടെ സ്വർണ്ണവിലയിലും മുന്നേറ്റമുണ്ടായി. സ്വർണ്ണവില ഇപ്പോൾ കേരളത്തിൽ ഗ്രാമിന് 14,185 രൂപയും പവന് 1,13,480 രൂപയുമാണ്. രാജ്യാന്തര സ്വർണ്ണവില $4,766 ഇപ്പോഴുള്ളത്. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.